ഹലോ, ഇപ്പോൾ ഒരു ബുക്കും പേനയൊക്കെ എടുത്തുകൊണ്ട് പോരൂ. നമുക്കിന്നൊരു പെയിൻറ്റിങ്ങും പ്ലസ് ഒരു സെൻറ്റാങ്കിളും ഒക്കെ ചേർന്നിട്ടുള്ളൊരു പടം വരയ്ക്കാം. അപ്പോൾ അതിന് ഞാനിവിടെ രണ്ട് കളറേ എടുക്കുന്നുള്ളൂ. ആദ്യം ഒരു പർപ്പിൾ കളറും പിന്നെ ഒരു റോസ് കളറും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാനിവിടെ അടിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ വെറും വാട്ടർ കളർ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഈ വാട്ടർ കളറിന് വെറും 49 രൂപയേ ഉള്ളൂ. അതും ഞാൻ നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്നൊക്കെ അറിയണമെങ്കിൽ ഞാനത് ഷോപ്പിംഗ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അതിനകത്ത് ഞാൻ പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ പെയിൻറ്റ് ഉണങ്ങിയതിന് ശേഷം മാത്രം ഈ പേന കൊണ്ടുള്ള അഭ്യാസമൊക്കെ കാണിച്ചാൽ മതി. ഇല്ലെങ്കിൽ പിന്നെ പേപ്പർ കീറിപ്പോകും. അത് ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നതാണ്. ഈ പേനയെന്ന് പറഞ്ഞാൽ നമ്മൾ സെൻറ്റാങ്കിൾ ആർട്ടൊക്കെ വരക്കുന്ന സെയിം ജെൽ പെൻ തന്നെയാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഈ ഡിസൈൻ നിങ്ങളുടെ ഇഷ്ടാനുസരണം വരച്ചു കൊടുക്കാവുന്നതാണ്. അപ്പം ഞാൻ ഇങ്ങനത്തെ ഒരു ഡിസൈനാണ് ഇവിടെ വരച്ചു കൊടുക്കുന്നത്. പെയിൻറ്റിങ് ആയാലും ഞാൻ ഫുൾ പേപ്പറിൽ വരയ്ക്കുന്നില്ല. ജസ്റ്റ് ഒരു റഫായിട്ടുള്ള രീതിയിൽ മാത്രമേ ഞാനിവിടെ പെയിൻറ്റ് ചെയ്തിട്ടുള്ളൂ. അതും പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്തേക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അത് കഴിഞ്ഞ് നമ്മൾ ആ ഇല പോലെ ഇരിക്കുന്ന ഡിസൈനിൽ നമ്മൾ ഈ സെൻറ്റാങ്കിൾ ആർട്ട് വരയ്ക്കുന്ന പോലെ ഫുള്ള് ലൈനായിട്ടാണ് കൊടുക്കുന്നത്. അങ്ങനെ ലൈൻ ഇടാതെയോ ഇട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇല പോലെ തന്നെ വേണമെങ്കിൽ അതുപോലത്തെ ഡിസൈനോ എന്ത് വേണമെങ്കിലും കൊടുക്കാം. അപ്പം എനിക്കിഷ്ടപ്പെട്ട ഒരു ഡിസൈൻ ഞാനിവിടെ കൊടുക്കുന്നതേ ഉള്ളൂ. അപ്പം അത് നമ്മൾ കൊടുക്കണം. അപ്പം ഈ പെയിൻറ്റിൻ്റെ പുറത്ത് ഈ പെണ്ണ് കൊണ്ട് വരക്കുമ്പോഴത്തേക്കും പെണ്ണിൻ്റെ നിബിൻ്റെ അവിടെ ഒരു ഇതായിട്ട് തരി പോലെ വരും. അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പെണ്ണ് തൂത്തിട്ടാണ് വരച്ചു കൊടുക്കുന്നത്. പെയിൻറ്റ് എന്തായാലും ഉണങ്ങിയിട്ടേ നിങ്ങൾ ഡിസൈൻ വരക്കാവുള്ളൂ. ഇല്ലെങ്കിൽ പേപ്പർ കീറിപ്പോവും, ഇല്ലെങ്കിൽ പേന തെളിയാതെ വരും. അപ്പോൾ പെയിൻറ്റ് അടിച്ചതിന് ശേഷം നന്നായി ഉണക്കിയതിന് ശേഷം മാത്രമേ അതിൻ്റെ പൊക്കത്ത് പെണ്ണ് കൊണ്ടുള്ള കലാവിരുതുകളൊക്കെ കാണിക്കാൻ ശ്രമിക്കണം. അപ്പം ഞാൻ ഈ ഡിസൈൻ ഒരെണ്ണം കൂടി വരച്ചിട്ടുണ്ട്. അത് ഒരു തലകുത്തിയാണ് വരച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോകണം. ഈ വരക്കുന്നതും പെയിൻറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണെന്ന് കമൻറ്റ് കൂടി ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.